ഉദയനിധി സ്റ്റാലിനൊക്കെ ഇതിൽ വളരെ രൂക്ഷമായ ഭാഷയിലാണ് ഈ പറയുന്ന കേന്ദ്രത്തിന്റെ ഈ അവഗണനയ്ക്കെതിരെ, പ്രത്യേകിച്ചും തമിഴ്നാടിനോട് സമാനമായ ഒരു പ്രതികാര ബുദ്ധിയോടുകൂടിയാണല്ലോ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ ഉദയനിധി സ്റ്റാലിനൊക്കെ വളരെ രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. സംസ്ഥാനം നടത്തുന്ന ഈ പോരാട്ടങ്ങൾക്ക് തമിഴ്നാട് കൂടി സപ്പോർട്ട് ചെയ്യും. ഒപ്പം തന്നെ കേരളത്തിൽ പ്രതിപക്ഷം കൂടി ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കേണ്ട ആളുകളല്ലേ? തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിന് മാത്രമാണ് അത് തോന്നാത്തത്. കേരളത്തിൽ എല്ലാവരും ചിന്തിക്കുന്നു പ്രതിപക്ഷം കൂടി ഇതിനൊപ്പം നിൽക്കേണ്ടതല്ലേ. തമിഴ്നാട് കേരളത്തിനൊപ്പം നിൽക്കുന്നു, പക്ഷേ കേരളത്തിലെ പ്രതിപക്ഷം ബി ജെ പിയുടെ കൂടെ നിൽക്കുന്നു. വിചിത്രമായിട്ടുള്ള കാര്യമാണ്. തമിഴ്നാട് കേരളത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. ഇപ്പോൾ കർണാടകയും സമാനമായ സാഹചര്യം നേരിടുകയാണ്. കർണാടകയിൽ ഇപ്പോൾ കോൺഗ്രസ് ഗവൺമെൻറ് ആണല്ലോ. ഇത് സമാനമായി എത്രത്തോളം രൂക്ഷമല്ലെങ്കിലും ഏറെക്കുറെ സമാനമായ സാഹചര്യം നേരിടുന്നു. പക്ഷേ കേരളത്തിൽ കോൺഗ്രസ് നിൽക്കുന്നത് ആരുടെ കൂടെയാണ്? കേന്ദ്ര സർക്കാരിൻ്റെയും ബി ജെ പിയുടെയും കൂടെയാണ്. എനിക്ക് തോന്നുന്നു നാളെ ഈ ബീഹാറിലൊക്കെ പോലെ നാളെ കേരളത്തിൽ സംഭവിച്ചാൽ അത്ഭുതപ്പെടേണ്ട. അധികം വൈകാതെ കേരളത്തിലെ കോൺഗ്രസ് MLA-മാരിൽ കുറേ പേർ ഹൈക്കമാൻഡിൻ്റെ പരിധിക്ക് പുറത്തായിരിക്കും ഫോണിൽ വിളിക്കുമ്പോൾ എന്ന് ഞാൻ വിചാരിക്കുന്നു. കേരളത്തിലെ MLA-മാരും മറ്റൊരു പാളയം തേടുന്നതാണോ? അതെ, ബീഹാറിലെ MLA-മാരെ ഹൈക്കമാൻഡ് ഫോണിൽ വിളിച്ചപ്പോൾ പരിധിക്ക് പുറത്താണ് എന്നാണ് മറുപടി കിട്ടുന്നത്. എന്ന് വെച്ചാൽ അവർ ഹൈക്കമാൻഡിൻ്റെ പരിധിക്ക് പുറത്തായി, ബി ജെ പിയുടെ പരിധിക്കകത്തായി. കേരളത്തിലെ ഈ കോൺഗ്രസ് MLA-മാരിൽ കുറേ പേരെങ്കിലും പരിധിക്ക് പുറത്താവാൻ ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുന്നവരാണ്.